ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു സമയം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലയോ? അത് എന്ത് തന്നെ ആയാലും നമ്മളെ അത് ബാധിക്കുകയും ചെയ്യും. നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടേക്കാം, അസുഖം ബാധിച്ചേക്കാം, അതുപോലെ തന്നെ കടം വരാം, നമ്മുടെ ജോലി പോകാം, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു പോവാം, മക്കൾ നഷ്ടപ്പെട്ടേക്കാം, രോഗാവസ്ഥ ബാധിച്ചേക്കാം. അങ്ങനെ പലതരത്തിലും നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ കൂടി എല്ലാവരും കടന്നു പോകുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലയോ? എന്നെയും അത് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എൻ്റെ ഒരു ജീവിതത്തിൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് ഇത്, അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കുന്നു, അത് സന്തോഷപ്രദമാക്കിക്കൂടെ നമുക്ക്? നമ്മുടെ ഫാമിലികൾ തങ്ങളിലുള്ള സംഘർഷം എല്ലാ ഫാമിലിയിലും ഉണ്ട് കേട്ടോ. കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയാൽ രണ്ട് വ്യത്യസ്തമായ ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, നമ്മൾ കൂട്ടുകുടുംബത്തിലാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ വിഷമഘട്ടങ്ങൾ കടന്നുകൂടേണ്ടി വരും, അല്ലയോ? ഇതൊന്നും അനുഭവിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും പോകില്ല. എല്ലാവരുടെ ഫാമിലി, റിച്ചായിട്ടുള്ളവരുടെ ഫാമിലിയിലും പോറായിട്ടുള്ളവരുടെ ഫാമിലിയിലും എല്ലാവർക്കും തന്നെ ഈ അനുഭവങ്ങൾ ഒരു ദിവസം അവരെയും ബാധിക്കും. ന്യൂക്ലിയർ കുടുംബങ്ങളിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല പല ദുഃഖങ്ങളും അല്ലെങ്കിൽ പല പ്രോബ്ലംസും അവരുടെ ലൈഫിലുള്ളത് രക്ഷകർത്താക്കൾക്കൊപ്പം അല്ലെങ്കിൽ അവർ വിദേശ രാജ്യങ്ങളിലായിരിക്കും. പണ്ട് കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന സമയത്ത് അവരെ സ്വാതന്ത്ര്യപ്പെടുത്താൻ ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും, പേരൻസ് ഉണ്ടാവും, അമ്മമാരുണ്ടാവും, അമ്മമ്മമാരുണ്ടാവും, കുഞ്ഞമ്മ, അനിയത്തി, ചിറ്റപ്പൻ, മൂത്തേമ്മ, മൂത്തേച്ചൻ മുതലായവരൊക്കെ ആ ഫാമിലിയിലുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവർക്കൊപ്പം ഷെയർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ പ്രോബ്ലമായിട്ട് മാറുന്നില്ല. ഒന്ന് തല ചായ്ക്കാനോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ വാക്ക് പറയാനോ ഒക്കെ തന്നെ വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ആരും ഒന്ന് കുറേ ചെയ്താൽ എല്ലാവരും എന്താണെന്ന് ചോദിക്കുക, അവരുടേതായ ഒപ്പീനിയൻ പറയുകയും സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഇന്ന് ആ തലമുറയ്ക്ക് ആ സ്നേഹം പകർന്ന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? അവർ അത് സ്വീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള സമയം അവർക്കുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവർക്കുണ്ടാവുന്ന അനുഭവം എന്ന് വെച്ചാൽ നെഞ്ചിൽ കഠാര കുത്തിയ വേദനയായിരിക്കും. ആ കുത്തിയ സ്ഥലത്ത് വീണ്ടും ആ സ്ഥാനത്ത് തന്നെ വീണ്ടും ഒരു കുത്ത് ഏറ്റതുപോലെ ഫീലിങ്ങിൽ അവർ ജീവിക്കേണ്ടി വരും. ഒന്നും പങ്കുവയ്ക്കാനില്ലാതെയും ഒന്നും മറ്റുള്ളവർക്കൊപ്പം ഷെയർ ചെയ്യാതെയും അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവർ എന്ത് പറയും എന്ന മനോഭാവത്തോടു കൂടി എല്ലാം സ്വന്തമായി സഹിക്കാനും പൊരുതി നിൽക്കാനും ശ്രമിക്കും. അത് ശരിയാണോ? നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏത് തന്നെ വേദന വന്നാലും നമ്മൾക്കിന്ന് വേദനാ സംഹാരികളുണ്ടോ, അല്ലയോ? നമ്മുടെ വേദനയെ ആറ്റാൻ. പക്ഷേ നമ്മൾ മാനസികമായോ ശാരീരികമായോ തകർന്നു പോയാൽ അത് പുറത്തു പറയാതെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു അനുഭവം ഓർത്തു നോക്കൂ. നിങ്ങൾ കൂടി അത് ഓർക്കുക. നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി വറി ചെയ്യുന്നത് ഓപ്ഷണലാണ്. വറി നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുക, വറി ചെയ്യാതിരിക്കുക. അത് ഓപ്ഷണലാണ്. ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങളും അഭിമുഖീകരിക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊപ്പം നമ്മുടെ വിഷമങ്ങളും അവരോടൊപ്പം ഷെയർ ചെയ്യുക. അതല്ല നമുക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിനായിട്ടുള്ള ഒരു ഗൈഡിനെ നമ്മൾ കണ്ടുപിടിച്ച് ഒരു ഡോക്ടറോടൊപ്പം അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് മരുന്ന് കഴിക്കേണ്ടി വന്നാൽ കഴിക്കുക. കാര്യം ഒരു കാര്യത്തിനും ആത്മഹത്യ പരിഹാരമാകുന്നില്ല. ആത്മഹത്യ കൊണ്ട് നമ്മൾ
നമ്മൾക്ക് ഉള്ളതെല്ലാം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതാണ്. നമ്മൾക്ക് ഫാമിലി കാണും, കുട്ടികൾ കാണും, വൈഫ് കാണും, ഹസ്ബൻഡ് കാണും, പേരൻസ് കാണും, ബന്ധുക്കൾ കാണും, ഫ്രണ്ട്സ് കാണും. ഇവരെയെല്ലാം നമുക്കൊരു ദിവസം നമുക്ക് വേണ്ട, നമ്മളിവിടം വിട്ടു പോകാം എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇത് ഫേസ് ചെയ്യാൻ പറ്റാത്തവർ ചില ബാഡ് ഹാബിറ്റ്സുകളിൽ ചെന്നകപ്പെടും. അതായത് ഡ്രിങ്കിങ് ഹാബിറ്റ്സ്, സെക്ഷലി ആയിട്ടുള്ള പ്ലഷറിൽ ഇൻവോൾവ് ആകും, സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും, ഫ്രണ്ട്സിനൊപ്പം അവിടെ ഇവിടെയും പോകും, ബാറിൽ പോയി കുടിക്കും, ഡ്രഗ്സ് ഉപയോഗിക്കും. അതുപോലെ തല്ല് കേസ്, വഴക്ക് കേസ്, പോലീസ് കേസ് മുതലായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോകും. അവരുടെ കുറ്റത്താലല്ല. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എന്തിൻ്റെ സൂചനയാണ്? ഇതെല്ലാം തന്നെ സ്നേഹക്കുറവിൻ്റെ സൂചനയാണ്. നമ്മൾക്ക് പങ്കിടാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്താൻ, ഒന്ന് സ്വാന്തനപ്പെടുത്താൻ, പോട്ടെ എന്ന് പറയാൻ കഴിവും ആത്മാർത്ഥതയായിട്ട് ചെയ്യാൻ ഉള്ള ആളുകൾ ഇല്ലാത്തതിൻ്റെ കുറവാണ്. സ്നേഹം ജസ്റ്റ് ഒരു പ്രകടനമല്ല. സ്നേഹം ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വസ്തുവാണ് സ്നേഹം. സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ഫീലിംഗ് ആണ്. എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും സ്നേഹത്തിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്കില്ലേ ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെൽ ഐക്കോൺ ഒന്ന് അമർത്തുകയും വേണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കടന്നു പോയില്ലേ? ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നു. നമ്മളുടെ വിഷമഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ നല്ല സ്വഭാവത്തോടു കൂടി, നല്ല സ്ട്രോങ് ആയിരിക്കുമ്പോൾ മാത്രം നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഏത് കാര്യമായാൽ തന്നെ അത് വേണ്ടപ്പെട്ടവരുമായി അത് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഒരുമിച്ച് പോകുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് വേറെ തന്നെയാണ്, അല്ലയോ? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഓടിക്കാൻ പ്രയാസമാണ്, കൂട്ടത്തോട് നിൽക്കുമ്പോഴോ. താങ്ക് യു ഫോർ വാച്ചിങ്.